എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ കരയുന്നുവോ? മക്കളുടെ വിവാഹം നടക്കുന്നില്ല, ഒരു ജോലി ലഭിക്കുന്നില്ല, ഇങ്ങനെ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുന്നുവോ? പ്രിയ ദൈവ പൈതലെ, നാം ദൈവസന്നിധിയിൽ നിന്ന് കരയുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹാഗറിനെ തേടിപ്പോയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ ആരും കാണാതെ വീട്ടിൻ്റെ മുറിയിലിരുന്ന് കരയുന്നായിരിക്കും. അന്ന് ഹാഗർ കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ യജമാൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അയൽക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് അവളും കുഞ്ഞും ആ ദൈവവും മാത്രമാണ്. പ്രിയ ദൈവവേദന, ഇതേപോലെ ലോകത്തിൽ നിങ്ങൾക്ക് ആരും ആശ്രയമില്ലാതെ ഇരുന്ന് നിങ്ങൾ കരയുന്ന ഈ കരച്ചിൽ കാണുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു കളയണ്ട. ആ ദൈവത്തിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് കുറേ കൂടെ ദൈവസന്നിധിയിൽ അടുക്കുകയാണെങ്കിൽ അടുത്ത് നിന്ന്